പറഞ്ഞ കള്ളത്തരങ്ങൾക്ക് ഇവിടെ ഇമ്മക്ക് ഇതാക്കിയെങ്കിലും നാളെ പടച്ചോന്റെ കോടതിയിൽ ഇമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിയും. അത് ഉമ്മ ആലോചിച്ച് നിന്ന് ഉമ്മ ഇതേപോലെ പറയണ്ടേ, നിസ്കാരം നിലവാരമുള്ള ഒരു ഉമ്മല്ലേ, എന്തിനാണ് ഉമ്മ അങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത്? ഒരു കള്ളം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചതിന് മുമ്പിൽ നിങ്ങൾ പറയേണ്ടി വരൂലേ? അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളുടെ മകനെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഫഹദിന്റെ ഭാഗം കേട്ടിട്ട് നന്ദിന്റെ ഭാഗം കേട്ടിട്ട് സ്വയം ബുദ്ധി മറന്ന് ഉമ്മ പറയല്ലേ ഉമ്മ, അത് തെറ്റാണ്. ഉമ്മ വീണ്ടും വീണ്ടും കുണ്ടൻ അവൻ പെണ്ണല്ലോ അവൻ ചെണ്ണല്ലോ ഒമ്പതിലെന്ന് അല്ലെങ്കിൽ കുണ്ടനെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് സമൂഹത്ത് ഒരുപാട് പേര് അംഗീകരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങള്, ഒരുപാട് ഉന്നതിയിലുള്ള വ്യക്തികളാണ് ഞങ്ങള്, ഒരുപാട് നേട്ടങ്ങൾ നേടിയ വ്യക്തികളാണ് ഞങ്ങള്. ട്രാൻസ് പക്ഷേ ഇന്ന് ഞാനും ആശു മാത്രമല്ല ഒരു ആൾക്കാരെ കല്യാണം കഴിച്ച ഒരു വ്യക്തികള്. ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്ത് കല്യാണം കഴിക്കുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഫഹദ് പറഞ്ഞത് നീ ട്രാൻസ് ഒന്നല്ല, നീ എങ്ങനെ ട്രാൻസ് ആവും, നീ ആണല്ലേ എന്ന്. ഞാൻ എന്റെ സ്വന്തം വെളിപ്പെടുത്തിയ വ്യക്തിയാണ്. അതിന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ എന്റെ അവയവങ്ങൾ മുറിച്ച് കളയുന്നില്ല. ഞാൻ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാണ്, ഞാൻ ട്രാൻസ് വുമണായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാൻ പറ്റും. അതിന് ഞാൻ എന്റെ അവയവങ്ങൾ മുറിച്ച് കളയുന്നില്ല. അറിയില്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കഴിവ് ഫഹദിന് ആദ്യം വരണം. എന്തായാലും സർജറി ചെയ്യാഞ്ഞത് നന്നായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയുടെ വീട്ടിലെ ഭൂകമ്പങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. നോർമലി ഇവര് തമ്മിൽ കുറെ ആവുമ്പോഴത്തേന് ഒരു മടുപ്പൊക്കെ വരും. ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് ഇങ്ങനെ ഒട്ടി ഒരുമിയൊക്കെ നിൽക്കുന്നതെങ്കിലും അത് കുറെ കഴിയുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കാം. അപ്പോൾ ഇപ്പൊ സർജറി ചെയ്തിട്ട് ഉള്ള എല്ലാം വെട്ടിക്കണ്ടിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഒരാണായിട്ട് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ ഈ ഒരു നിലപാട്, അതായത് സർജറി ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ. ഒന്നും ചിന്തിച്ചൂടെ എല്ലാ ജനങ്ങൾക്കും ഈ ഉമ്മാന്റെ മോട്ടീവ് എന്താണുള്ളത്? ഞാൻ ഉമ്മാനെ കുറ്റപ്പെടുത്തില്ല. എന്റെ ഉമ്മ ഇങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഉമ്മ ഒരിക്കലും ഞങ്ങൾ ഈ ബന്ധത്തിന് ഇതായിരുന്നില്ല, സപ്പോർട്ട് ആയിരുന്നില്ല. എന്റെ ഉമ്മ ദുബായിൽ വന്ന് എന്റെ മാഷിന് സ്നേഹം കണ്ടതിന് ശേഷമാണ് എന്റെ ഉമ്മ മാറിയത്. കാരണം എന്റെ സന്തോഷത്തിന് വേണ്ടി മാറിയതായിരിക്കും ഒരു പക്ഷേ. നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത്? ആഷിന് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്റെ നാട്ടിലാ. ഇപ്പൊ ആഷിക്ക് ഓരോ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് സമയം പോരെ ഓർക്ക് ഓരോ വീട്ടിലേക്ക് പോകാനായിട്ട് അല്ലേ? പിന്നെ ഫഹദ് പറഞ്ഞു ഞാൻ ട്രാൻസ് അല്ല, ഞാൻ പെണ്ണല്ല. വീണ്ടും എന്നെ കുണ്ടൻ. ഒരാൾ സ്വന്തം നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ് ജാസി ഒന്നുകിൽ ആണാവും അല്ലെങ്കിൽ പെണ്ണാവുമെന്ന്. ഇപ്പൊ ഞാൻ ഒരു പെണ്ണായി നിൽക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം അല്ലേ? എന്തായാലും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇതേപോലെ തന്നെ ആദില നൂറൻ എല്ലാവരും ഇട്ട് ക്രൂശിച്ചത്. ഇപ്പൊ അവര് ബിഗ് ബോസിൽ പോയി അവർ സ്നേഹം കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു എന്ത് നല്ല സ്നേഹമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ സ്നേഹത്തിനെയും ആൾക്കാരെ അംഗീകരിക്കും, ഞങ്ങളുടെ സ്നേഹത്തിനെയും ആൾക്കാരെ ഉദാഹരണം പറയുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഈ ദുനിയാവ് ഒരിക്കലും പിടിച്ചു വെച്ചിട്ടില്ല എന്ന് ജാസി പറയുന്നു. അതൊരു പക്ഷേ സത്യമായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാന്നല്ലല്ലോ മടിയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കാന്. ഇത് അടയ്ക്കാമരം പോലെ വളർന്നൊരു മനുഷ്യനല്ലേ, അയാളെ എങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക? അയാൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, അതിന് പല വഴികളും ഉണ്ട്. ഇതിപ്പോ ആ ജാസിയും ആശയും ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെ ആയിരിക്കാം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. അല്ലാതെ ആശയെ പിടിച്ചു വെച്ചിരിക്കുവാണ് ആശയെ പിടിച്ചു വെച്ചിരിക്കുവാണ് എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു സംഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല, മുതിർന്നൊരു പൗരനാണ്, അടയ്ക്കാമരത്തിന്റെ അത്ര വളർച്ചയുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് വേണമെങ്കിൽ എപ്പോഴോ ചാടിപ്പോകാം. പക്ഷെ അത് ചാടിപ്പോകാത്ത കാര്യം എന്താ അത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആശയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പാസ്പോർട്ട് പോലും എടുക്കാതെ, പാസ്പോർട്ട് അവരുടെ വീട്ടുകളിൽ പിടിച്ചു വെച്ചിട്ട് പോലും ചാടി ഓടി ആരും അറിയാതെ ജാസി എടുത്ത് വന്നു. വളരെ മോശമായ ഒരു വ്യക്തിയാണ്. ഞാൻ വന്ന് പറയണത് ഒരിക്കലും ഉമ്മ പറഞ്ഞ നുണയാണ്. ഞാൻ മോശമായ വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആൾക്കാർ എന്റെ ഭാഗം കേൾക്കൂല, എന്റെ ഉമ്മാന്റെ ഭാഗമേ കേൾക്കുള്ളൂ. അത് നമ്മളെ ജനങ്ങള് ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. അതിനെ ഞാൻ ബഹുമാനിക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതില് ഇവർക്ക് വേണ്ടത് പാവ ഉമ്മാനെ കരുവാക്കി എന്നെ ഇവര് മാക്സിമം അടിച്ചടിച്ചത്. ഞാൻ വളരെ മോശമായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം, ഒരിക്കലും ചെയ്യില്ല ഫഹദ്. ഞാൻ ആത്മഹത്യ, എനിക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട്. കാരണം നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ അങ്ങോട്ട് ഒടുങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് തെറ്റി. ഞാൻ ഒരുപാട് പോരാടി വന്നാണ് ഈ ലൈഫിൽ, ഇനിയും പോരാടും. എന്റെ സ്വത്വത്തിന് വേണ്ടി തന്നെ ഞാൻ ഇവിടെ ജീവിക്കും, എന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. അതിനൊന്നും നിനക്ക് ഒരു തരത്തിൽ എന്നെ തളർത്താൻ വേണ്ടി പറ്റൂല. പലവരും പല രീതിക്കും തളർത്തി, നന്ദിനി തളർത്തി, നീ തളർത്തി, പല ട്രോളമാരും തളർത്തി. ജാസി വീണിട്ടില്ല, ജാസി വീഴില്ല. എന്റെ കൂടെ കരുത്തായിട്ട് എന്റെ നല്ലൊരു ഭർത്താവായിട്ട് ആഷി തന്നെ ഉണ്ട്. ആഷിയുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ ഇടപെടണ്ട. നീ ആദ്യം നിന്റെ ഉപ്പാക്കും നിന്റെ ഉമ്മാക്കും ചെലവിന് കൊടുക്കണം.
ഹാർട്ട് പേഷ്യന്റ് ആയ ഉമ്മാനെ 3-4 മാസം കൂടുമ്പോൾ ഒരു 100 ദിറംസ് അയച്ചു കൊടുക്കണോ നീ ചെയ്യുന്ന വലിയ പുണ്യപ്രവൃത്തി ആണോ? സ്വന്തം ഉപ്പാക്ക് വിളിക്ക പോലും ചേർത്ത് നീയാണോ വലിയ ആള് പറയണത്? ആണോ? കണ്ണി കണ്ട ബാറിൽ പോയിട്ട് കണ്ണി കണ്ട ആൾക്കാരെ കൂടെ അയിഞ്ഞാടുന്ന നിനക്ക് എന്ത് റൈറ്റ് ഉണ്ട് പറയാനായിട്ട് നന്ദിനി? സ്വന്തം ഒന്ന് തീരുമാനിച്ച് നോക്ക്. നിന്റെ പല വീഡിയോസുകളും പല രീതിയിലും കണ്ട വ്യക്തിയാണ് ഞാൻ. പൊളി വ്യക്തിയാണ് ഫഹദും നന്ദിനി. എന്നിട്ട് പോലും അവർ നിങ്ങൾക്ക് നല്ലവരാകുമ്പോ ഒന്നും ചിന്തിച്ചു. പിന്നെ ഈ ജാസി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നിരുന്നിട്ട് പറയുന്നതാണ് ആഷിക്ക് 29 വയസ്സ്, ആഷിയേക്കാൾ 1 വയസ്സിനുള്ള വ്യത്യാസമുള്ള എനിക്ക് ജാസിക്ക് 30 വയസ്സ് എന്നാണ് പറയുന്നത്. അത് ഈ ജാസിയുടെ അടുത്തുള്ളവരും മറ്റുള്ളവരും ഒക്കെ കമന്റ്സിലൂടെ ഒക്കെ പറയുന്നുണ്ട് ജാസിക്ക് 36 വയസ്സുണ്ട് എന്ന്. അത് 36ഓ 46ഓ അല്ലെ 18ഓ ആയിക്കോട്ടെ, പ്രായത്തിലൊന്നും യാതൊരു കാര്യമില്ല. ഓൾറെഡി ഒരു നോർമൽ പെണ്ണും ആണും ആയിരുന്നു എങ്കിൽ ഈ പറയുന്ന ആരും അധികം കുറ്റം പറയാൻ വരില്ലായിരുന്നു. ഇതിപ്പോ ആണും തമ്മിൽ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനാണ് ഈ ആൾക്കാർ ഇത്രയും എതിർക്കുന്നതും ഈ കുറ്റം പറയുന്നതും ഒക്കെ. അല്ലാതെ പ്രായത്തിലോ മറ്റൊന്നും ഒരു വിഷയവും ഇല്ല. ടി ഫാമിലി തന്നെ ഉണ്ടില്ലേ, ആ ഷെമി എന്ന് പറയുന്ന അവർക്ക് ഏജ് കൂടുതൽ, ഷെഫിക്ക് ഏജ് കുറവ്. അവർ നല്ല രീതി അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? ആ പ്രായത്തിലൊന്നും യാതൊരു കാര്യമില്ല. നോർമലി ഒരു ആണും പെണ്ണും ആയിരുന്നെങ്കിൽ ഇതിപ്പോ ആൾക്കാർ ഈ സിമ്പിൾ കേസ് വിട്ടു 10-30 വയസ്സ് വരെ ഒരു ആണിനെ പോലെ താടിയും വെച്ച് നല്ലൊരു ആണിനെ പോലെ നടന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ചുരിദാറും സാരി കൊടുത്തിട്ട് പെണ്ണിനെ പോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാല് ഏത് ഫാമിലിയെ അംഗീകരിക്കുക? ഇപ്പൊ ഞാനൊരു ആണിന്റെ വേഷം കിട്ടിയിട്ട് എന്റെ ഫാമിലി എന്നെ ഓടിച്ചിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു പെണ്ണായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ പെണ്ണായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പൊ ഒരു ആണായിട്ട് 10-30 വയസ്സ് വരെ നിന്നിട്ട് ഒരു പെണ്ണിന്റെ വേഷം കിട്ടിയിട്ട് കുടുംബത്തിലോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? ആ ഫാമിലിയില് മറ്റുള്ള ആൾക്കാരുടെ വീട്ടിൽ കല്യാണങ്ങൾക്കായാലും മറ്റു വിശേഷങ്ങൾക്കായാലും ഒക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ? അവർക്കൊരു നാണക്കേടാണ്. ജാസിക്ക് അത് നാണക്കേടില്ലെങ്കിൽ അവർക്കൊരു നാണക്കേടാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം കൈയൊഴിഞ്ഞത്. ഉമ്മാക്ക് ഈ വിഷം കുത്തിവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ എന്താ ഉണ്ടായത്? തീർന്നല്ലോ. എന്തായാലും അവസാനം നിങ്ങൾ ഉമ്മായും കൊണ്ടുവന്നു. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആഷിനെ വിട്ട് ഓടി വന്നതൊന്നല്ല. ഞാൻ എന്റെ കുറച്ച് എന്റെ കാർഡുകൾ പറയുന്നത് കുറച്ച് മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ നാട്ടിലേക്ക് എത്തിയത്. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണ്. ഫഹദ് പറഞ്ഞ പോലെ ഞാൻ വേറെ റൂമിൽ ഇരുന്നിട്ട് ആഷിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചില്ല. ഞാൻ ഉള്ളത് എന്റെ കുറ്റിപ്പുറം എന്റെ വീട്ടിലാണ്. എനിക്കറിയാം ഞാൻ ട്രാൻസ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഞാനും ആഷും ഒരുമിച്ച് ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം? ആഷിയുടെ ഉമ്മ എന്നെ ഞാൻ ഒരിക്കലും കുറ്റമല്ല. കാരണം ആഷിയുടെ പിന്നെ പറഞ്ഞ ആഷിന്റെ ഞാൻ തെറി പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ആഷിന്റെ തെറി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ആഷിന്റെ ഉമ്മ തെറി പറഞ്ഞാൽ എനിക്കും ഒരു ഉമ്മയുണ്ട്. ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പിന്നെ തെറി പറഞ്ഞത് നന്ദിനിയാണ്. കാരണം എന്റെ ലൈഫ് കൊളാക്കി അവൾക്ക് ഞാൻ തെറി പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ആഷിന്റെ പിന്നെ ആഷിന്റെ ഉമ്മനെ ഞാൻ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല. എനിക്ക് ഇങ്ങോട്ടും ആഷിന്റെ ഉമ്മ ചാറ്റ് ചെയ്യാറില്ല. ആഷിയുടെ ഫോണിലേക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഉമ്മ മെസ്സേജ് അയക്കാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും ഫഹദ് പറഞ്ഞ പോലെ 1 ടൈം സീല് ഒരിക്കലും തെളിവ് കൊണ്ടുവന്നു. 1 ടൈം സി ആണെങ്കിൽ പോലും ജാസി ഇട്ട ആ വീഡിയോ ഉമ്മാന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ ഓപ്പൺ ചെയ്തിട്ട് അത് കാണിക്കട്ടെ. എന്നാ ഞാൻ 1 ടൈം സി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. എന്തുകൊണ്ടത് കാണിക്കുന്നില്ല? ഈ പാവ ഉമ്മാനെ പിടിച്ച് കുറെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞാൻ ആശ അങ്ങ് പിരിയും, ഞങ്ങളുടെ ഒഴിവാക്കുന്നതാണോ? നിങ്ങൾ എന്താ കഴിക്കുന്നത്? ആശിനെ ഇപ്പൊ പിടിച്ചിട്ട് ഓരമ്മാനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് ആശ അവിടെ നിൽക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേറൊരു കല്യാണം കഴിച്ച് ആശ ജീവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കറിയാം എന്റെ ആശിനെ. മനസ്സിലായ? ആശ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയട്ടെ. ഞാൻ ആഷി എന്നെ ഒഴിവാക്കി പോവാതെ ഒരിക്കലും ഞാൻ ആഷിനെ ഒഴിവാക്കി പോകില്ല. പിന്നെ ഞാൻ ഒരിക്കലും ആഷിനോട് പറഞ്ഞില്ല ഓന്റെ ഉമ്മാനെ പോയി കാണരുത്, അല്ലെങ്കിൽ ഓന്റെ ഉമ്മാനെ പോയി വിളിക്കരുത്. ആഷി ഓന്റെ ഉമ്മാനെ പോയി കാണുക. ഉമ്മ പറഞ്ഞത് എല്ലാം നുണയാന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ ഇത്ര സെക്കൻഡ് മതി. പക്ഷെ എന്താ പറയാ, വേണ്ട, എന്തിനാ വെറുതെ ഇനി ഞാൻ ഉമ്മാനെ ഇതില് വലിച്ചയക്കുന്നില്ല എന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നെ അതേപോലെ ജാസിക്ക് എന്തിന്റെ ഡിപ്രഷൻ ആണ് ഉണ്ടാവേണ്ടത്? ജാസി കല്യാണം കഴിച്ച ആ പെൺകുട്ടിക്കാണ് ഡിപ്രഷൻ ഉണ്ടാവേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണാണെന്നും പറഞ്ഞിട്ട് താലി കെട്ടാൻ ചെന്ന് ഇരുന്ന് കൊടുക്കുക. ഫസ്റ്റ് നൈറ്റിൽ തന്നെ മനസ്സിലാവുക അതൊരാണല്ല, ആൺവേഷം കെട്ടിയ ഒരു പെണ്ണാണെന്ന്. പിന്നെ ആ ഒരു ഡിപ്രഷൻ ഉണ്ടാകേണ്ടത് ആ പെൺകുട്ടിക്കല്ലേ? ശരിക്കും ഒരാണിന്റെ രൂപം കൊണ്ട് വന്നിട്ട് താലി കെട്ടി ചതിച്ച ആ ഒരു എന്താ പറയാ ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഡിപ്രഷൻ ഉണ്ടാവേണ്ടത് ഈ ജാസിക്കാണോ? ജാസി എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്.
അപ്പൊ ആ പെൺകുട്ടി ഡിപ്രഷൻ ഉണ്ടാവാതെ അത് വേറൊരു ജീവിതത്തിലേക്ക് പോയത് എന്തുകൊണ്ട് ഹയർ? കാരണം അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് കളിച്ചത്, എന്നിട്ടാണ് വന്നിട്ട് ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട് അതാണ് ഇതാണ് ഭയങ്കര ന്യായീകരണം.